السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين أما بعد. ബഹുമാനികളായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവിശാലമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ സൂറത്തിൽ എത്തിച്ചേരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. നാഥനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ആ അനുഗ്രഹത്തിൻ്റെ മാസമാകുന്ന ഈ വിശുദ്ധമായ റമദാൻ, ആ റമദാനെ 3 ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീതിച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10ആണ്. മൂന്നാമത്തെ 10 നരകത്തിൽ നിന്നും മനുഷ്യനെ ഇത്തുക്ക ചൊല്ലുന്ന 10ആണ്. ഇങ്ങനെ 3 10കളായിട്ട് വിശുദ്ധമായ റമദാനെ 3ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാം കടന്നു പോകുന്ന ഈ 10 റഹ്മത്തിൻ്റെ 10ആണ്, അനുഗ്രഹത്തിൻ്റെ 10ആണ്, കാരുണ്യത്തിൻ്റെ 10ആണ്. ഈ ദിവസങ്ങളിലുള്ള ഓരോ സമയങ്ങളിലും നാഥനായ റബ്ബിനോട് അവൻ്റെ റഹ്മത്തിനെ, അവൻ്റെ കാരുണ്യത്തെ ഞാനും നിങ്ങളും ധാരാളമായി ചോദിക്കണം. അതുകൊണ്ടാണല്ലോ നാം വിശുദ്ധമായ റമദാൻ തുടങ്ങിയ സമയം മുതൽ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും വ്യക്തിപരമായും കൂട്ടായുമൊക്കെ നാം ദുആരക്കുന്നു. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിഞ്ഞു തരണമേ എന്നുള്ള പ്രാർത്ഥന ഞാനും നിങ്ങളും ഈ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും എല്ലാം അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ആ മഹത്തായ ആ ദിക്ർ നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അത് നമുക്ക് കിട്ടൽ അത്യന്താപേക്ഷിതമാണ്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് ഒരിക്കലും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നാം വിജയിക്കുന്നത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ് ഖാല വലാ അന ലാ അല്ലാ തഅമദ്നി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫള്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ ഒരാളും തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങും രക്ഷപ്പെടുകയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ അങ്ങും രക്ഷപ്പെടുകയില്ലേ എന്ന് മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും രക്ഷപ്പെടുകയില്ല സ്വഹാബ, ഞാനും രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവനെന്നെ വലയം ചെയ്താലല്ലാതെ. അപ്പോൾ നമുക്ക് രക്ഷപ്പെടണോ? നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കരുണയ്ക്ക് വേണ്ടി, റഹ്മത്തിന് വേണ്ടി ഈ ദിനരാത്രങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നാം ദ്വാരക്കണം. കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാത്ത 3 വിഭാഗം ആൾക്കാരുണ്ട്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാല പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സലാസുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 കൂട്ടം ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല.
വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം, അവരെ സംസ്കരിക്കുകയുമില്ല, അവരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖാല, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖറഅഹ റസൂലുള്ളാഹി സലാസു മിറാറ, 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാത്ത 3 വിഭാഗം ആൾക്കാരെ പറ്റി. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാബു വഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഈ പരാജിതർ, ഈ നഷ്ടപ്പെട്ടു പോയവർ? ആരാണ് നബിയെ ഈ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാത്തവർ? ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല അൽ മുസ്ബിലു, ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കും. ആ വസ്ത്രം നിര്യാണിക്ക് താഴേക്ക് ഇറക്കി ധരിച്ചിട്ട് വസ്ത്രം ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഒന്നാമത്തത്. ആ ആളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുകയില്ല. 2 വൽ മന്നാൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നാണ് ചെയ്ത ദാനം വിളിച്ചു പറയുന്നവർ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപകാരത്തെപ്പറ്റി എന്തെടുക്കുക, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വ്യക്തിയിലേക്കും അള്ളാഹു തആല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. 3-ാമതായിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ മുൻഫിഖ് സിൽഅതഹു ബിൽ ഖലിഫിൽ കാദിഫ്, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവർ, അവരിലേക്കും അള്ളാഹു തആല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. അപ്പോൾ കാരുണ്യത്തിൻ്റെ 10 ഈ ദിവസങ്ങളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുക. നാം ധരിക്കുന്ന വസ്ത്രം ഇത് നിര്യാണിക്ക് താഴേക്ക് പോകാൻ പാടില്ല. നാം ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാടില്ല. അതുപോലെ നാം ചെയ്യുന്ന കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്ക് വിറ്റഴിച്ചു പോകുന്നതിന് വേണ്ടി കള്ളസത്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള 3 വിഭാഗങ്ങളിലേക്ക് അള്ളാഹു തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കാരുണ്യമില്ലാതെ കണ്ട്, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ കണ്ട്, അവൻ്റെ റഹ്മത്തില്ലാതെ കണ്ട് നാം ചെയ്യുന്ന അമലുകൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വളരെ വലുതാണ്. നമുക്ക് നൽകിയ കണ്ണിനെപ്പറ്റി നാം ഒന്ന് ചിന്തിക്കും, നമ്മുടെ ചെവിയെപ്പറ്റി ചിന്തിക്കും, സംസാരിക്കാൻ തന്നതായ നാവിനെപ്പറ്റി ചിന്തിക്കും, ഹൃദയത്തെപ്പറ്റി ചിന്തിക്കും. ഇതെല്ലാം അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത്, ശുക്ർ ചെയ്യുക എന്നുള്ളത് അവൻ്റെ അടിമകളാകുന്ന എൻ്റെയും നിങ്ങളുടെയും കടമയാണ്, ബാധ്യതയാണ്. വഇൻ ശക്കറത്തും ലഅസീദന്നകും വലഇൻ കഫറത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ, നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. വലഇൻ കഫറത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അതികഠിനമായ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ച്, കാരുണ്യത്തെ ചോദിച്ച്, പാപങ്ങളൊക്കെ അള്ളാഹുവിന് മുമ്പിലേക്ക് ഇറക്കി വെച്ച് തൗബ ചെയ്ത് മടങ്ങി നല്ല സംസാരങ്ങൾ സംസാരിച്ച് നല്ല കാര്യങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഈ വിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല ഒരു മനുഷ്യനായി മാറി, മനസ്സ് ക്ലിയറായി, അള്ളാഹുവിന് അവൻ്റെ വിധിവിലക്കുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയായി മാറാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കോരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.